ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളെ നടക്കാമെന്ന നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ ചന്ദ്രസേനോട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഒരിക്കലും ഗംഗപ്രസാദിന്റെ ശല്യം ആർക്കും ഉണ്ടാവില്ല എന്ന് പറയാണ്. അത് കേൾക്കുന്ന ചന്ദ്രസേന ചോദിക്കുന്നുണ്ട്, എന്താ മോനെ എന്താ സംഭവിച്ചു നോക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അവനെ ഞാൻ കൊന്നു. അവന് അന്ന് ആ സമയത്ത് കല്യാണം നടക്കുന്ന സമയത്ത് ഹോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനോട് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് എവിടെ നിന്ന് തെറിച്ചു വീണിട്ട് തല കല്ലിലിടിച്ചിട്ടാണ് മരിച്ചെന്നുള്ള കാര്യവും കിരൺ പറയുന്നുണ്ട്. ചന്ദ്രസേനന് ഒരു സമാധാനം ഉണ്ടെങ്കിൽ എന്നാലും സൂക്ഷിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിരണിനെ പറഞ്ഞയക്കണത്. അതേസമയം നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമലുവിന്റെ അടുത്തും അമലുവിനും അതുപോലെ തന്നെ നമ്മുടെ വേലുവിനും ഒരുപാട് പുതിയ ഡ്രസ്സുകൾ കിരണവും കല്യാണം എടുത്തു കൊടുക്കട്ടെ. അപ്പൊ വേലു ചോദിക്കുന്നത്, എന്താ സർ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തരേണ്ടത്? പിന്നെ അമലുവിന് കല്യാണി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആഭരണങ്ങളൊക്കെ എടുത്തു കൊടുത്തത് പറയുന്നുണ്ടായിരുന്നു. അവള് ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ സർ, എന്തിനാ ഇത്ര വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിലപിടിപ്പുള്ള സമ്മാനം സാറിനെ കല്യാണി മേഡത്തിന് ഈ വീട്ടിലുള്ളവരെ പോലത്തെ നല്ല ബന്ധുക്കളെ കിട്ടിയതാണ് എന്നൊക്കെ വേലു പറയുമ്പോൾ കിരൺ പറയണ്ട, അറിയാടാ നീ ഇങ്ങനെ പറയുള്ളൂ, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പൊ ഞങ്ങൾ തന്ന ആഭരണങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സുകളും ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി തന്നതാണ്. കല്യാണത്തിന് വേണ്ടിട്ടോ? അതെ, ദേ നാളെ നിന്റെ മാമി ഇവിടെ വരുന്നുണ്ട്. മാമിയോ? അതെ, ഞാൻ തന്നെയാണ് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. നാളെ രാവിലെ നിങ്ങളുടെ മാമി ഇവിടെ എത്തും, അതായത് അമലുവിന്റെ അമ്മ. നാളെ 10നും 11 മണിക്കും മധ്യേ നിങ്ങളുടെ വിവാഹം, നിന്റെയും അമലുവിന്റെ വിവാഹം ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് നടത്തും. അയ്യോ സാറേ, ഞങ്ങളുടെ വിവാഹം ഊരിലാണ് നടത്തേണ്ടത്. അവിടുത്തെ ഞങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരാവേണ്ടത്. അങ്ങനെയാണ്. എടാ അയക്കോ, ഇവിടെ നിന്ന് ഒരു താലിച്ചരട് മാത്രമേ കെട്ടുന്നുള്ളൂ. അതിനുശേഷം അവിടെ പോയിട്ട് നിങ്ങളുടെ ഇവിടെ ആചാരങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവിടെ പോയിട്ട് നിങ്ങളുടെ ആചാരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. പക്ഷെ ഇവിടെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് വിവാഹം നടത്തണം എന്നുള്ളത്. കാർത്തികയുടെയും ദിലീപിന്റെ വിവാഹം കഴിഞ്ഞപ്പോ ഞാനും കല്യാണിയും തീരുമാനിച്ചാണ് അമലുവിന്റെ വേലുവിന്റെ വിവാഹം ഇവിടെ വെച്ചിട്ടാണ് നടത്തണം എന്നുള്ളത്. മാത്രമല്ല, അമലുവിനെ ആണെങ്കിൽ കല്യാണി സ്വന്തം അനിയത്തിനെ പോലെയാണ് കാണുന്നത്. നിന്നെ ഞാൻ സ്വന്തം അനിയനെ പോലെ. നീയും അമലും ഒക്കെ ഞങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ടവരാടാ. അതുകൊണ്ടാ നിന്റെ മാമിക്കും കൂടി സാരി എടുത്തത്. നാളെ മാമി രാവിലെ തന്നെ ഇവിടെ എത്തും എന്നൊക്കെ കിരൺ പറയുമ്പോ വേലുവിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ. സാർ ഇതിന് എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. ചെറുപ്പം മുതലുള്ള എന്റെ ആഗ്രഹമായിരുന്നു അമലുവിനെ സ്വന്തമാക്കുക, അമലുവിനെ ഭാര്യയാക്കുക എന്നുള്ളത്. അവളെ മാത്രമേ ഞാൻ മനസ്സിൽ ഇതുവരെ എന്റെ പെണ്ണായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പൊ അവളെ സ്വന്തമാക്കാൻ പോണ ദിവസമാണ് നാളെ, അല്ലേ സാറേ എന്ന് വേലു ചോദിക്കുമ്പോ കിരൺ പറയണ്ട, അതേടാ അമല് നാളെ നിന്റെ ഭാര്യയാവാൻ പോവാ. നിയമപ്രകാരം നിങ്ങളുടെ കാട്ടിൽ അങ്ങനെ രജിസ്റ്റർ മാരേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയുണ്ട്, മാരേജ് രജിസ്റ്റർ ചെയ്യണം, എന്നാലും നിയമപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരാവാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിയമപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ ആചാരപ്രകാരം വിവാഹം നടത്തിക്കോ. പക്ഷെ അന്നും ഞാനും കല്യാണി ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ അവിടെ എത്തും കേട്ടോ. പിന്നെ നാളെ ദിലീപും കാർത്തികയൊക്കെ എത്തുന്നുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്ന ഫംഗ്ഷനും കൂടിയിട്ടായത് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ വേലുവിന് ഭയങ്കര സന്തോഷമാവാട്ടോ. കാര്യം നമ്മുടെ കല്യാണി അമലുവിനോടും പറയുന്നുണ്ട്, നാളെ നിങ്ങളുടെ വിവാഹം എന്ന് പറയുമ്പോ അമലുക്ക് ഷോക്ക് ആവണം. നാളെയോ? അപ്പോ അമ്മയോ എന്ന് പറയുമ്പോ അമ്മേനെ കുറിച്ച് നോക്കുന്നു. നീ പേടിക്കണ്ട, നാളെ രാവിലെ തന്നെ നിന്റെ അമ്മ ഇവിടെ എത്തും. കല്യാണി ചേച്ചി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. നാളെ നിന്റെ വിവാഹമാണ്. ഇത് ഇത്ര തിരക്ക് പിടിച്ച് നടത്താൻ കാരണം വേറൊന്നുമല്ല അമലു. ഇത്രയും ദിവസം ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് പല ചിന്തകളും നിന്റെ മനസ്സിന് മാഞ്ഞു പോയതിന് കാരണം അതായിരുന്നു. ഇനി നിങ്ങൾക്ക് അധികം സമയമില്ല. നീയും വേലും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പോവാണ് അല്ലേ? അവിടെ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വിവാഹം നടത്തുള്ളൂ. പക്ഷെ അത് പാടില്ല. നിങ്ങളുടെ വിവാഹം ഇവിടെ നടത്തിയിട്ട് അവിടെ പോകുമ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം. എങ്കിലും നിന്റെ മനസ്സിന് പൂർണ്ണമായിട്ട് ആ ഗംഗപ്രസാദ് നിന്നെ ചതിച്ച കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് നിനക്ക് പൂർണ്ണമായിട്ട് മാറ്റിക്കളയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് എന്ന് കല്യാണി പറയാണ്. അങ്ങനെ നമ്മുടെ അമലുവിനെ മനസ്സിലാവാണ് കിരണും കല്യാണി തന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ കല്യാണി കാർത്തികനെ വിളിക്കുന്നുണ്ട്. ചേച്ചി, ദിലീപേട്ടന്റെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് ചേച്ചി നമ്മുടെ അടുത്തുള്ള അമ്പലം ഇല്ല, ആ അമ്പലത്തിൽ വരണം. എന്താ മോളെ, എന്താ വിശേഷം? നമ്മുടെ അമലുവിന്റെ വേലിന്റെ വിവാഹം ചെറിയ രീതിയിൽ നടത്താൻ വേണ്ടി പോകാണ്. അമലുവിന്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചിയും ദിലീപേട്ടനും അമ്മയും വരണം. ശരി മോളെ, ഞങ്ങൾ വരാം, രാവിലെ തന്നെ എത്താം എന്ന് പറയാണ്. അങ്ങനെ രാവിലെ തന്നെ കാർത്തികയും അതുപോലെ തന്നെ ദിലീപിന്റെ അമ്മയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ അമലുവിന്റെ വേലുവിന്റെ വിവാഹം കേട്ടോ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അവര് ആ ദിവസം തന്നെ അമലുവും വേലും തിരിച്ച് അവരുടെ കാട്ടിലേക്ക് തന്നെ പോകുവാണ്. കിരൺ തന്നെയാണ് കൊണ്ടയാക്കണത്. അങ്ങനെ അമലുവിന്റെ വേലുവിന്റെ വിവാഹം കഴിഞ്ഞ് അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ്. പ്രശ്നങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു എന്ന് പറഞ്ഞ് കിരണും കല്യാണിയും സമാധാനിപ്പിച്ചിരിക്കുന്ന സമയത്താണ് സരയുവിന്റെ പുതിയ പുറപ്പാട്. അതെ, സരയു അച്ഛനെ പോയി കാണാണ് രാഹുൽ പറയണ്ട, മോളെ കിരണിനെ സ്വന്തമാക്കാൻ വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ,
ഒരു കുഴപ്പമില്ല, നിന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. പക്ഷെ കല്യാണം ഒഴിവാക്കേണ്ടത് സൂക്ഷിച്ചും കണ്ടു വേണം. കിരൺ ഒരിക്കലും മനസ്സിലാക്കരുത് കല്യാണിനെ നീയാണ് ഒഴിവാക്കിയെന്ന്. ഒരു തെളിവില്ലാതെ അവളെ ഇല്ലാതാക്കണം ഈ ഭൂമിയിൽ തന്നെ. കിരൺ കുറച്ചു ദിവസം വിഷമിച്ച് കരയുമായിരിക്കും. അവർക്കൊരു കുഞ്ഞുണ്ടല്ലോ, അതും ചിലപ്പോ കല്യാണിനെ കാണാതെ വിഷമിക്കുമായിരിക്കും. പക്ഷെ നീ നമ്മുടെ കൺമണി മോളെ പോലെ ആ കുഞ്ഞിനെ സ്നേഹിക്കുകയാണെങ്കിൽ കിരണിന്റെ മനസ്സ് മാറും. അത് മാത്രല്ല, രൂപക്കും ചന്ദ്രസേനും ഇപ്പൊ നിന്നെ വലിയ കാര്യമാണല്ലോ, അവര് നിങ്ങളുടെ വിവാഹത്തിന് മുൻകൈ എടുക്കുകയും ചെയ്യും. കൊള്ളാച്ച, അത് നല്ലൊരു ഐഡിയ ആണ്. ഞാൻ എത്രയും പെട്ടെന്ന് കിരണിനെ സ്വന്തമാക്കുക വെച്ചാ. ഇപ്പൊ എന്റെ മനസ്സിൽ അവനെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ. മനോഹർ എന്നെ ചതിച്ചപ്പോ ഇനിയൊരു കുടുംബജീവിതം വേണ്ട, ഇനിയൊരു ആണ് തന്റെ ജീവിതത്തിൽ വേണ്ടെന്നൊക്കെ വിചാരിച്ചതാ ഞാൻ. പക്ഷെ കിരണിന്റെ സ്നേഹവും കെയറിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ആ ചിന്ത എന്റെ മനസ്സിൽ നിന്ന് പോയച്ചാ. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും കിരണിനെ സ്വന്തമാക്കിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സരയു പറയാണ്. അപ്പോ രാഹുലിന് സന്തോഷമാവാണ്. നീ അവനെ സ്വന്തമാക്കണമെങ്കിൽ അതിനേക്കാളും വലിയൊരു സന്തോഷം എനിക്കില്ല മോളെ എന്നൊക്കെ രാഹുലും പറയണ്ട. അപ്പൊ നമ്മുടെ സരയു പണ്ട് അച്ഛാ, ഇനി ഞാൻ അച്ഛനെ കാണാൻ വരുമ്പോ ഒന്നില്ലെങ്കിൽ കല്യാണി മരിച്ചു എന്ന് പറയാനായിരിക്കും, അല്ലെങ്കിൽ കിരൺ എന്റെ സ്വന്തമായി എന്ന് പറയാനായിരിക്കും. അച്ഛൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സരയു അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. രാഹുൽ ഈ കാര്യം വിക്രത്തോട് പറയണ്ടേടാ, എന്റെ മോളുടെ മനസ്സ് മാറിയടാ, അവൾക്കിപ്പോ കിരണിനെ വേണമെന്ന് അതിയായ ആഗ്രഹമായി. കല്യാണി ഇല്ലാതാക്കിയിട്ടാണെങ്കിലും കിരണിനെ സ്വന്തമാക്കണം, അതാണ് അവളുടെ ഉദ്ദേശം. അത് കൊള്ളാലോ അങ്കിളെ, അങ്ങനെയെങ്കിലും ആ നശിച്ചവള് ചാവോലോ എന്ന് വിക്രം പറയാണ്. അതേസമയം നമ്മുടെ ഗംഗപ്രസാദിന്റെ തിരോധാനത്തിന് തുടർന്ന് നമ്മുടെ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുവാണ്. അവസാനം ഗംഗപ്രസാദിനെ കണ്ടിരിക്കുന്നത് കിരണും രതീഷും വേലുവാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവാണ്. കിരണും ഗംഗപ്രസാദും തമ്മിൽ വലിയൊരു ഫൈറ്റും കാര്യങ്ങളും ഉണ്ടായ സ്ഥിതിക്ക് ഫസ്റ്റ് പ്രതി എന്ന രീതിയിൽ കിരണിന്റെ അടുത്തേക്ക് തന്നെയൊക്കെ ചോദ്യങ്ങളായിട്ട് നമ്മുടെ പോലീസ് പോണത്. കിരണിനോട് ചോദിക്കും, നിങ്ങൾ അവസാനം ഗംഗപ്രസാദിനെ കണ്ട എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണെന്നൊക്കെ. കിരൺ എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ പോലീസ് അതിന്റെ അന്വേഷണവും കാര്യങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സത്യം പോലീസ് മനസ്സിലാക്കാണ്, ഗംഗ മരിച്ചു എന്നുള്ള സത്യം. അപ്പോഴും കിരൺ പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ അവനെ ഇടിച്ചു നിരപ്പാക്കി അവനെ നെഞ്ചുകൂട് തകർത്തിട്ടാണ് ഞാൻ അവനെ അടിച്ചിട്ടത്. പക്ഷെ ആ സമയത്ത് അവന്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. പിന്നെ എനിക്ക് അറിയില്ല, പിന്നീട് ഞാൻ കണ്ണ് കഴുകിയിട്ട് വന്ന് നോക്കുമ്പോ അവൻ തല കല്ലിലിടിച്ച് ചതഞ്ഞ് കിടക്കുമായിരുന്നു. പക്ഷെ അവന്റെ അടുത്തൊരു ഇരുമ്പ് വടി ഉണ്ടായിരുന്നു, ഇരുമ്പ് ഒലക്ക ഉണ്ടായിരുന്നു. അവന്റെ തലയിൽ ആരോ ഇരുമ്പൊലക്ക കൊണ്ട് ഇടിച്ചിട്ടാണോ അവൻ മരിച്ചെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത് ആരാണെന്ന് അറിയില്ല. അപ്പൊ ആദ്യ പ്രതി കിരണല്ല. അപ്പൊ പോലീസിന്റെ അടുത്ത അന്വേഷണം ആരാണ് അങ്ങനെ ഇരുമ്പൊലക്ക വെച്ച് ഗംഗയുടെ തലക്കടിച്ച് കൊന്നേന്നുള്ളതാണ്. അപ്പൊ ആദ്യം വിചാരിക്കും എല്ലാവരും ഇത് മനോഹറാണെന്ന്. പക്ഷെ മനോഹർ അല്ല കേട്ടോ, മനോഹർ അല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇത് ആരാണെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു തോന്നലാണ് കേട്ടോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയായിരിക്കും. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, അയ്യോ ഇയാളാണോ ചെയ്തത് എന്ന് വിചാരിച്ചു പോകും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി ചിലപ്പോ പ്രകാശനായിരിക്കോ, ചിലപ്പോ നമ്മുടെ അമ്മുമ്മയെ ആവാം, ഒന്നില്ലെങ്കിൽ പ്രകാശൻ, അല്ലെങ്കിൽ നമ്മുടെ മനോഹർ. വേറെ ആരും കൊല്ലാനില്ല. വേറെ ആണുങ്ങളായിട്ട് ധൈര്യമുള്ളത് അവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ്. രതീഷും വേലും അല്ല, ബാക്കി വേറെ ആരും അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പ്രകാശനാണോ സംശയിക്കേണ്ടിരിക്കണം. പ്രകാശൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോ അവസാനം പ്രകാശനായെന്നും വരാം. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഗംഗപ്രസാദിനെ കൊന്നത് ആരായിരിക്കും തോന്നുന്നത്? തലക്കടിച്ചത് കൊന്നോന്നറിയില്ല, മരിച്ചോന്ന് എനിക്കിപ്പോഴും ഉറപ്പൊന്നുമില്ല. എന്നാലും ഗംഗയുടെ തലക്കടിച്ചത് ആരായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.